Hi friends, once again welcome back to EduTutor. MEG1 British Poetry Block 1 Unit 4 ആണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത്. This unit explains the life and works of Geoffrey Chaucer, especially the Canterbury Tales, his most famous book. It also discusses his poetic style, humor, and importance in English literature. ഈ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് ചൗസറിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് കാൻറ്റർബറി ടെയിൽസ്, ആ ഒരു പുസ്തകത്തിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സ്റ്റൈൽ, ഹ്യൂമർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസ്, ഇതൊക്കെയാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ലൈഫ് ഓഫ് ചൗസർ. Very little is known about Chaucer's private life, but official records tell us about his career. He was born around 1343-44 in London. His family were wine merchants and had good social status. He worked in the royal court, travelled to France and Italy, and served as a government officer and diplomat. In France, he was once captured in war and later released. His visits to Italy introduced him to great writers like Dante, Petrarch, and Boccaccio, which deeply influenced his writing. He married Philippia, a lady connected to the royal family. He held important government jobs but faced financial problems later in life. He died in 1400. Though Chaucer often described himself as a quiet scholar, he was actively involved in public and political life. ചൗസസിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഹി വാസ് ബോൺ. അദ്ദേഹം ജനിച്ചത് ലണ്ടനിലാണ്. 1343 മുതൽ 44 ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാരൻസ് എന്ന് പറയുന്നത് വൈൻ മേർച്ചൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു നല്ലൊരു സ്റ്റാറ്റസ് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. ചൗസർ വളർന്നു വലുതായിട്ട് അദ്ദേഹം ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് റോയൽ കോർട്ടിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സ്ഥലങ്ങളിലേക്ക് അതിന് ശേഷം അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ അദ്ദേഹം ഗവൺമെൻറ് ഓഫീസറും ഡിപ്ലോമാറ്റും ഒക്കെ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഒരിക്കൽ ഫ്രാൻസുമായുള്ള യുദ്ധത്തിനിടയിൽ ചൗസറിനെ അവർ പിടിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ ചൗസറിന് ധാരാളം റൈറ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹം ഇറ്റലിയിലോട്ട് പോയതിന് ശേഷമാണ്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഡാൻറ്റെ, പെട്രാർക്ക്, ബൊക്കാസിയോ ഇതുപോലെയുള്ള ഗ്രേറ്റ് റൈറ്റേഴ്സിനെ കാണുകയും അവരുടെ വർക്ക്സുകളെ അദ്ദേഹം അവരുടെ വർക്ക്സിൽ കണ്ട് എന്താ പറയുക, ഇൻഫ്ലുവൻസ് ആയി എന്ന് തന്നെ പറയാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ പിന്നീട് കാണാനായിട്ട് സാധിച്ചിരുന്നു. റോയൽ ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഫിലിപ്പ. അങ്ങനെ ഫിലിപ്പയാണ് ചൗസർ മാരി ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൗസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോബ്സുകളൊക്കെ ആയിരുന്നു ഹെൽഡ് ചെയ്തിരുന്നത്. അതേസമയം അദ്ദേഹത്തിന് ധാരാളം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ശേഷം 1400 ഇദ്ദേഹം മരണപ്പെടുന്നത്. ചൗസർ അറിയപ്പെടുന്നത് ഒരു ക്വൈറ്റ് സ്കോളർ എന്ന രീതിയിലായിരുന്നു. എങ്കിൽ പോലും പബ്ലിക് ലൈഫിൽ അദ്ദേഹം വളരെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. Chaucer's early poetry, 1370-80. Roman de la Rose, a famous French poem about love, dreams and allegory, written by Guillaume de Loris and Jean de Meun. Chaucer translated part of it. It taught Chaucer both romantic and realistic styles. The Book of the Duchess, an elegy
Poem of Sorrow for Blanche, wife of John of Gaunt, written as a dream poem, shows Chaucer's early poetic skill and realism. The House of Fame, influenced by Dante and classical writers, describes a dream journey to the House of Fame, shows Chaucer's growing mastery of poetry and humor. ചൗസേഴ്സിൻ്റെ വളരെ ആദ്യത്തെ ഒരു പോയമാണ് എന്നുവെച്ചാൽ 1370 അല്ലെങ്കിൽ ഒരു 80 ആ പീരീഡ്സിൽ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ വർക്കാണ് റൊമാൻതേല റോസ്. അതൊരു ഫ്രഞ്ച് പോയമാണ്. ലവ്, ഡ്രീം, അലിഗറി ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ തീമായി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതുന്നത്. അതുപോലെ തന്നെ ഗിലോം ദെ ലോറിസ് ആൻഡ് ജീൻ ദെ മ്യൂൻ ഇതിൻ്റെ ഒരു ഭാഗം ചൗസറാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വർക്ക് മുഖേന അദ്ദേഹത്തിന് റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ റിയാലിസ്റ്റിക് സ്റ്റൈൽസുകളൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ആവാനായിട്ട് സാധിച്ചിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സ്കില്ലും റിയാലിസം ഒക്കെ കാണിക്കുന്ന മറ്റ് പല വർക്കുകളും ഉണ്ടായിരുന്നു. അതിലൊരു വർക്കാണ് ഒരു പോയം ഓഫ് സോറോ എൻ എലജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്, എൻ എലജി ഫോർ ബ്ലാച്ചെ. അത് വൈഫ് ഓഫ് ജോൺ ഓഫ് ഗാണ്ടിന് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ഫെയിം എന്ന് പറയുന്ന മറ്റൊരു വർക്ക് ദാണ്ടെ പോലെയുള്ള ഗ്രേറ്റ് റൈറ്റേഴ്സിനെ, ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു വർക്കും കൂടിയാണ്. ചൗസേഴ്സിൻ്റെ ആ റൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവന്ന മറ്റൊരു വർക്കാണ് ഡ്രീം ജേർണി ടു ദ ഹൗസ് ഓഫ് ഫെയിം. അത് ധാരാളം ഹ്യൂമറെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒത്തിരി റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വർക്കും കൂടിയാണത്. Chaucer's poetry 1380 to 86. The Parliament of Fowls, a dream vision poem. Birds gather to choose their mates on Valentine's Day. Represents human society and political life. Shows Chaucer's humor, satire and observation of society. Troilus and Cressida, Chaucer's greatest serious poem. A tragic love story set in ancient Troy. Shows deep psychological insight and emotional depth. Cressida is shown as realistic, practical and complex, influenced by Boethius and Dante. Legend of good women, about faithful women in love, left unfinished. 1380-86 കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ വർക്കിൽ ധാരാളം പ്രോഗ്രസ് ഉണ്ടായി. ധാരാളം വർക്കുകൾ അദ്ദേഹം എഴുതാനായിട്ട് തുടങ്ങി. അതിൽ എസ്പെഷ്യലി ദ പാർലമെൻറ്റ് ഓഫ് ഫൗൾസ് ആ ഒരു വർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ പോയമായിരുന്നു. ഹ്യൂമൻ സൊസൈറ്റിയും പൊളിറ്റിക്കൽ ലൈഫിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ മറ്റൊരു വർക്കാണ് ബേർഡ്സ് ഗ്യാദർ ടു ചൂസ് എ മെയ്റ്റ്സ് ഓൺ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന മറ്റൊരു വർക്ക്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ, സറ്റയർ, പോലെ സൊസൈറ്റീനെ ഒബ്സർവ് ചെയ്തുകൊണ്ടും ധാരാളം അധികം വർക്കുകളും അദ്ദേഹം ചെയ്തിരുന്നു. ട്രോയിലസ്, ക്രെസിഡെ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സീരീസ് ഓഫ് പോയംസ് തന്നെയാണ്. അതുപോലെ ട്രാജിക് ലവ് സ്റ്റോറി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇൻ ഏൻഷ്യൻ്റ് ട്രോയ് എന്ന് പറയുന്ന വർക്കിൽ. അതുപോലെ സൈക്കോളജിക്കൽ ഇൻസൈറ്റും ഇമോഷണൽ ഡെപ്തൊക്കെ നൽകുന്ന ഒരു വർക്കും കൂടിയാണത്. അതുപോലെ ക്രിസിഡെ ഷോൺ ആസ് റിയാലിസ്റ്റിക്, പ്രാക്ടിക്കൽ ആൻഡ് കോംപ്ലക്സ്. അപ്പോൾ ഈ വർക്കിൻ്റെ പ്രത്യേകതകളാണ് അതൊക്കെ. ഈ ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു റൈറ്റിംഗ് ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രേറ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ബോയ്ത്തിയസും ഡാൻറ്റയ്ക്കൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണത്. മറ്റൊരു വർക്കാണ് ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ. അത് ഫെയ്ത്ത്ഫുൾ വിമൻ ഇൻ ലവ് എന്ന് പറയുന്ന ഒരു തീമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ വർക്കുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് റാൻഡം നമ്മൾ ഒന്ന് ഓടിച്ചു വിടുന്നതാണ്. പിന്നീട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് കൂടെ പഠിച്ചു പോവാം. ഓക്കെ, ഇതെല്ലാം കൂടി പഠിക്കാനെന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നണില്ല കേട്ടോ.
അതുപോലെ അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് ചൗസസ് പോയട്രി 1387-1400. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കുകളാണ് ദ കാൻറ്റർബറി ടെയിൽസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് ദ കാൻറ്റർബറി ടെയിൽസ്. ദിസ് ഇസ് ചൗസസ് ഗ്രേറ്റസ്റ്റ് വർക്ക്. മെയിൻ ഐഡിയ A group of pilgrims travel to Canterbury. Each pilgrim tells a story. Chaucer planned 120 stories but completed only 24. The pilgrims, they represent all sections of society such as knight, squire, monk, friar, doctor, lawyer, wife of bath, miller, reeve, merchant, etc. ഈ കാൻറ്റർബറി എന്നുള്ള ഈ ഒരു വർക്കിൽ ദ കാൻറ്റർബറി ടെയിൽസിൽ കാൻറ്റർബറി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസ് ട്രാവൽ ചെയ്യുന്നതാണ് അതിൻ്റെ തീം. അതിൽ 120 സ്റ്റോറീസ് അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ 24 സ്റ്റോറീസ് മാത്രമേ അദ്ദേഹത്തിന് അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പിൽഗ്രിംസും അവരവരുടെ സ്റ്റോറീസ് പറയുന്നതായിട്ടായിരുന്നു അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. General prologue describes each pilgrim in detail, shows Chaucer's great power of observation, realism and humor. ഓരോ പിൽഗ്രിമിനും അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, ഓരോ പിൽഗ്രിമും ഒരു സ്റ്റോറി പറയുന്ന രീതിയിലായിരുന്നു അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ, റിയാലിസം, ഹ്യൂമറൊക്കെ ആയിരുന്നു ഈ വർക്കിൽ കൂടെ കാണിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 24 വർക്ക്സുകൾ മാത്രമായിരുന്നു സാധ്യമായതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ടൈപ്സ് ഓഫ് സ്റ്റോറീസ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് കുറച്ച് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റൊമാൻസ്, നൈറ്റ്സ് ടെയിൽ, കോമഡി, മില്ലേഴ്സ് ടെയിൽ, മോറൽ സ്റ്റോറീസ്, പാർട്ട്നേഴ്സ് ടെയിൽ, ബീസ്റ്റ് ഫേബിൾ, നൺസ് പ്രീസ്റ്റ് ടെയിൽ, റിലീജിയസ് സെർമൺസ്, പാസൻസ് ടെയിൽ. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ മാരേജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിലൊരു സ്റ്റോറീസ് അബൌട്ട് മാരേജ് ആണ് കൊടുത്തിട്ടുള്ളത്. മാരേജ്, വിമൻ ആൻഡ് റിലേഷൻഷിപ്പാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വൈഫ് ഓഫ് ബാത്ത് ടെയിൽ, ക്ലർക്സ് ടെയിൽ, മെർച്ചൻറ്റ്സ് ടെയിൽ, ഫ്രാങ്ക്ലിൻസ് ടെയിൽ. അതുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാം. ഇറ്റ് ഗീവ്സ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് മിഡീവിയൽ ഇംഗ്ലീഷ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ കൊണ്ടൊക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മിഡീവിയൽ ഇംഗ്ലീഷ് സൊസൈറ്റിയെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുക എന്നതാണ്. അപ്പോൾ ഇറ്റ് കമ്പൈൻസ് ഹ്യൂമർ, റിയാലിസം, സറ്റയർ ആൻഡ് മോറൽ ലെസൺസ്. Chaucer's comic vision. Chaucer's greatness lies in his humor and storytelling ability. He does not write tragic poetry. His style is gentle, humorous, tolerant, and human. He laughs at human weaknesses without cruelty. His humor shows kindness, understanding, and wisdom. His poetry shows real life, ordinary people, and social reality. ചൗസസിൻ്റെ വർക്ക്സിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം ഒരിക്കലും ട്രാജിക് ആയിട്ടുള്ള റൈറ്റിങ്സിലേക്ക് ഒട്ടും അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എപ്പോഴും ഹ്യൂമറായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ജെൻറ്റിലും ഹ്യൂമറസും ടോളറൻറ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഹ്യൂമൻ വീക്ക്നെസ്സസിനെ എന്താ പറയുക, അവർ നോക്കി ചിരിക്കുന്നുണ്ട്. അതേസമയം അതൊരു ക്രൂവാലിറ്റി ആയിട്ടല്ല നമുക്ക് കാണേണ്ടത്, രസകരമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു കൈൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു വാല്യൂസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലും. ഓക്കെ, Chaucer's language and versification. Language: Chaucer used Middle English, London dialect. This later became Standard English. His language is simple and understandable. Versification: poetic style. He mainly used iambic pentameter, 10 syllables per line. Many words ended with E, which were pronounced in his time. He skillfully mixed English, French, and Latin words. ചൗസർ എപ്പോഴും മിഡിൽ ഇംഗ്ലീഷ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലോട്ട് മാറിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ അദ്ദേഹം എപ്പോഴും ഉപയോഗിച്ചിരുന്നത് അയാംബിക് പെൻറ്റാമീറ്റർ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സിലബിൾസാണ് ഓരോ ലൈനിലും ഉണ്ടായിരിക്കുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ വേർഡ്സിലും അവസാനം ഈ വെച്ചിട്ടായിരുന്നു എൻഡ് ചെയ്തിരുന്നത്. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വേർഡ് എൻഡ് വിത്ത് ഈ അതൊരു പ്രത്യേക തരം ഇമ്പോർട്ടൻസ് നൽകിയിരുന്ന ഒരു ടൈമായിരുന്നു. അല്ലെങ്കിൽ ആ ലിറ്ററേച്ചറിൻ്റെ ആ ടൈം പീരിയഡിൽ അത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു കാര്യത്തിന് നൽകിയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ലാറ്റിൻ വേർഡ്സൊക്കെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ദിസ് യൂണിറ്റ് എക്സ്പ്ലെയിൻസ് ചൗസസ് ലൈഫ് ആൻഡ് കാരിയർ ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഹിസ് ഹ്യൂമറസ് ആൻഡ് റിയലിസ്റ്റിക് വ്യൂ ഓഫ് ലൈഫ് ഹിസ് ലാംഗ്വേജ് ആൻഡ് പോയറ്റിക് സ്റ്റൈൽ. ചൗസർ ഇസ് കോൾഡ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ബിക്കോസ് ഹി മെയ്ഡ് ഇംഗ്ലീഷ് എ ഗ്രേറ്റ് ലിറ്റററി ലാംഗ്വേജ്. ഞാൻ കുറച്ച് സ്പീഡപ്പ് ആയിട്ടാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ തന്നെയാണ്. കാരണം ഇത് നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ടതില്ല. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇത് നോട്ട്സ് ചാപ്റ്റർ മനസ്സിലാക്കി വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററിൽ ചൗസസിൻ്റെ ലൈഫും കാരിയറും അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളുമാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഒരു ഹ്യൂമറസും റിയാലിസ്റ്റിക് വ്യൂവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്, പോയറ്റിക് സ്റ്റൈലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് പോലും. കാരണം ഹി മെയ്ഡ് ഇംഗ്ലീഷ് എ ഗ്രേറ്റ് ലിറ്റററി ലാംഗ്വേജ്. അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിനെ വിളിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.